രേണു സുധിയും ഡോക്ടർ മനു ഗോപിനാഥനും വിവാഹിതരായോ? ഇതാണിപ്പോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂട് പിടിച്ച ചർച്ച. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്തായിരുന്നു ആ ഫോട്ടോസ്? അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. കാണുമ്പോൾ ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷന് കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തേക്കുന്നത്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത്. അപ്പോ ശരിക്കും അതൊരു മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ. ഞാനല്ല ക്യാപ്ഷന്റെ പിന്നിൽ, ഇദ്ദേഹമാണ്. അതെ അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാത്ത മണിക്ക് പോകണ്ടാന്ന്. പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ അവർക്ക്, അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സംഭവം വന്നു. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. രേണു ചേച്ചിനെ പിന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. ഒരു ബാധ്യതയില്ല. ഡോക്ടറിനെ ബാധിക്കുന്നുണ്ടോ? പൊടിക്ക് ബാധിക്കും. അത് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത്. അതെ അതെ അതെ. അല്ല, ഷൂട്ടിന് മുമ്പ് രേണുവിന്റെ അടുത്ത് പറഞ്ഞു, വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ, ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? പക്ഷെ എന്റെ പ്രശ്നം കൊണ്ടല്ല, എന്റെ ഇമേജ് എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കി. ഇമേജിനെ കോട്ടം ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഇമേജിനെ കോട്ടം ബാധിക്കാത്ത ചില ഫോട്ടോസ് പുള്ളി തന്നെ തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇട്ടേക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് ഓരോന്നായിട്ട് കൊടുക്കാവേ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. എങ്ങനെ ഇരിക്കണം ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല എടുപ്പാ. ആണോ? ആണോടെ കണ്ടപ്പ സിനിമ നടന്മാരും തോറ്റു. ഇങ്ങനെയൊരു ജന്മം. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന തോന്നിയാസം ഇല്ലയോ? ഇയാൾ എന്നിട്ട് ബാക്കി ഇമേജിനെ കോട്ടം ബാധിക്കുന്നില്ല. ഈ കാണിച്ചിരിക്കുന്ന തോന്നിയാസമാണ് ഇയാൾ മൊത്തം കാണിക്കുന്നത്. നമ്മൾ വല്ലതും ചെയ്യുമ്പോ നാലാൾ അറിയണം എന്ന് വെച്ചാൽ നാലാൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.